എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കിഷോർ കുമാർ വ്ളോഗ്സിലേക്ക് വീണ്ടും വരുന്നത്. തിരക്കായി പോയിരുന്നു. അപ്പോൾ ഇനി ഇതൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് രസകരമായി തോന്നും, പക്ഷെ എനിക്കിതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കഥയായിരിക്കും. ഇനി അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം ഈ തിരുവനന്തപുരത്ത് സ്പോർട്സ് സബ്മിറ്റിൻ്റെ പ്രോഗ്രാം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് സബ്മിറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 5 മണിക്ക് വൈകുന്നേരം ഏതാണ്ടൊരു 5 മണിക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഫുൾ ഡേ ലീവ് ഓഫീസിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ച് ദിവസം ഭാര്യ മക്കളൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഓഫീസിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം പണിയെടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏതാണ്ട് ഒരു 11:30 ഞാൻ എൻ്റെ കാറും എടുത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് നേരെ ഒറ്റയ്ക്കായിരുന്നു തിരുവനന്തപുരത്തിന് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സാദിഖ് കൊടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ, ഇവിടുന്ന് അങ്ങോട്ട് ഞാനും കൂടി തിരിച്ചുണ്ടാവും എന്നുള്ളൊരു ഉറപ്പിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാറും എടുത്ത് സാദിഖ് കൊടുകൂടി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഏതാണ്ട് ഒരു 4-4:30 മണിയായി. അപ്പോൾ ഉച്ചയ്ക്ക് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, രാത്രി ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഈ ഉച്ചയ്ക്ക് ഡ്രൈവ്. അപ്പോൾ കണ്ണൊക്കെ കഴുകിക്കൊണ്ട് നമ്മൾ ഓൾറെഡി അവിടെ എത്തി, പരിപാടി അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് രാത്രിയായപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-10:30 മണിയായി കാണും അവിടെ നിന്ന് ഞങ്ങൾ പോരാൻ നേരം. അങ്ങനെ കുറച്ച് നേരം സാദിഖ് പറഞ്ഞ് വണ്ടി ഞാൻ ഓടിച്ചോളാം. ഒരു 10:30 ആയപ്പോൾ സാദിഖ് അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞാനും സാദിഖ് ഒരുമിച്ച് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം, തലേന്ന് രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഉറക്കക്ഷീണം വന്നപ്പോൾ ഞാൻ സാദിഖ് എന്നോട് പറഞ്ഞു ഞാൻ ഓടിച്ചോളാം വണ്ടി, ഞാൻ രാത്രിയൊക്കെ ഓടിക്കാൻ വളരെ എക്സ്പേർട്ടാണ് ഇടയ്ക്കിടയ്ക്ക് സാദിഖ് പറയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി സാദിഖിൻ്റെ കൊടുക്കാം. ഞാൻ ലെഫ്റ്റ് സൈഡ് കയറി ഒരു അല്പനേരം ഒന്ന് മയങ്ങാൻ വിചാരിച്ച് ഞാനൊന്ന് മയങ്ങി. ഞാൻ സാദിഖിനോട് പറഞ്ഞു സാദിഖ് ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ നിർത്തണം. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഒരു 3/4 മണിക്കൂറായപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ കണ്ട് നിർത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ സാദിഖ് പറഞ്ഞു ഞാനിങ്ങനെ സ്പോർട്സ് സബ്മിറ്റ് നടന്നിടത്ത് നല്ല ഫുഡ് ഉണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ സാദിഖിനെ എന്താ പറഞ്ഞത് സാദിഖെ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ സാദിഖ് അവിടെ നിന്ന് 2-3 പൊറോട്ടയും വളരെ ലൈറ്റായിട്ട്, കാരണം വയറ് നിറഞ്ഞ ആളായതുകൊണ്ട് കൂടുതൽ കഴിക്കാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു 3 പൊറോട്ടയും ഒരു ബീഫ് ചില്ലിയാണ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഇത് ലൈറ്റായാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ 3 പൊറോട്ടയും ബീഫ് ചില്ലിയും കഴിച്ചപ്പോൾ സാദിഖ് ഉടനെ വണ്ടിയുടെ ചാവി എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് വന്ന് ഒരു കാര്യം ചെയ്തോളി, കുറച്ചു നേരം വേണം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം വേണം നമ്മളൊന്ന് ഓടിച്ച് നോക്കിക്കോ. ഞാനും വിചാരിച്ചു ശരിയാണ്, സാദിഖ് പറഞ്ഞല്ലോ വണ്ടി ഇപ്പം നമ്മളെടുത്ത് പോയതാണെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം ഓടിച്ചപ്പോൾ എനിക്കൊരു 1/2 മണിക്കൂറായപ്പോൾ എനിക്ക് പന്തികേട്, മീൻസ് ഓടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഉറക്കക്ഷീണം, തീരെ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ. സാദിഖാണ് ഞാൻ നോക്കുമ്പോൾ സാദിഖിൻ്റെ ഇത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മെല്ലെ ഇടതുവശത്ത് നോക്കിയപ്പോൾ സംസാരമൊന്നുമില്ല. അപ്പോൾ എന്തോ അങ്ങനെ കിട്ടുന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ താടി ഒന്ന് നെഞ്ചത്ത് ഇങ്ങനെ അടിക്കുന്നു, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാം. ഞാൻ വെറുതെ സാദിഖിൻ്റെ കാൽമ തട്ടി. ഞാൻ പറഞ്ഞു സാദിഖ് തിരിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ ഇനി ഓടിച്ചാൽ ആകെ ബുദ്ധിമുട്ടാകും, അപ്പോൾ ഞാനെന്ത് ചെയ്യും. സാദിഖ് പറഞ്ഞ ചാടി എണീച്ചിട്ടുണ്ട്, ഒന്നും പഠിക്കണ്ട, ഏത് ഉറക്കത്തിലാണെങ്കിലും ഈ സ്റ്റെയറിങ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, നിങ്ങളൊന്നും ഓർക്കണ്ട, കിടന്നോളാം. അങ്ങനെ ഞാനിങ്ങനെ സാദിഖിനെയും ഞാനും എല്ലാം കൂടി സാദിഖ് എന്താണ് കാണിക്കുക എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് 4-ാം വളവിലെ ലോറിയെ കുളഞ്ഞ പോലെ ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഉരുട്ടി ഞങ്ങളത് എറണാകുളത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായി. കോട്ടയം വഴിയാണ് വന്നത്, MC റോഡ്. എറണാകുളത്തിൻ്റെ അടുത്ത് എത്താൻ നേരത്താണ് സാദിഖിന് അപ്പം തന്നെ വീട്ടിൽ പോകണം, കാരണം സാദിഖ് കുട്ടീനെ കാണണം, നമുക്ക് ഒരു ആഗ്രഹം കൊണ്ടാണ് സാദിഖ് കടന്നു പോകുന്നത്. ഞാൻ പറയണത് നിന്നിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ സാദിഖ് ഇല്ലല്ല എനിക്ക് പോയേ പറ്റുന്ന സാധിക്കും. അങ്ങനെ സാദിഖ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇന്നോവ വന്ന് ഞങ്ങളുടെ അടുത്ത് നിർത്തുകയാണ്. എയർപോർട്ടിലേക്കുള്ള വഴി ചോദിക്കാം. അപ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എയർപോർട്ടിലേക്കുള്ള വഴി. അപ്പം എന്നോട് അയ്യോ ഞാൻ രാത്രി ആകെ പെട്ടു, എനിക്ക് ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കാറുണ്ടോ, എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ സാദിഖിനോട് പറഞ്ഞു എന്നാൽ ഒരു കാഞ്ചി സാദിഖ് ആ ഭാഗത്തേക്ക് പോലുള്ള വഴിയിലാണ്, സാദിഖ് ഒന്ന് ആ വണ്ടിയിലേക്ക് കയറിക്കോളൂ. അങ്ങനെ സാദിഖ് എന്ത് ചെയ്ത് ആ വണ്ടിയിലേക്ക് പോയി, ആ വണ്ടിയിലേക്ക് മാറിക്കയറി. അയാൾക്ക് വഴിയും പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം തന്നെ സാദിഖിന് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് അടുത്ത ബസ് പിടിച്ച് വീട്ടിലേക്കും പോകാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സാദിഖ് എന്നോട് യാത്ര പറഞ്ഞു പോവാണ്. സാദിഖ് പോയതിന് ശേഷമുള്ളൊരു കളിയാണ് ഏറ്റവും വലിയ കളി.
കാരണം എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഇത് കണ്ണ് കഴിയിട്ടും എനിക്ക് ഉറക്കം മാറുന്നില്ല. എന്തായാലും ശരി, സാധിക്ക് പോയല്ലേ, ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങണ്ടല്ലോ, എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കാന്ന് വെച്ച് ഞാനിങ്ങനെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. ഏതാണ്ട് വീട്ടിനടുത്ത് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എൻ്റെ വണ്ടിപ്പേട്ട, ശബരിമല വണ്ടിപ്പേട്ടയല്ല, ഞങ്ങളുടെ വീടിനടുത്തൊരു വണ്ടിപ്പേട്ട. അതിൻ്റെ ഇടക്ക് ഈ മാമലയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് വണ്ടിപ്പേട്ടയിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാകുന്നത്. ഈ 1 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ എൻ്റെ വീടാണ്. അതെനിക്ക് കൃത്യമായിട്ടറിയാം. വണ്ടിപ്പേട്ട കഴിഞ്ഞത് എനിക്കറിയാം, പക്ഷേ എൻ്റെ വീട് എനിക്ക് തപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു പ്രശ്നം. അങ്ങനെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പോയി നിർത്തിയപ്പോൾ എനിക്ക് തോന്നിയത് തമിഴ്നാടാണോ എന്നൊരു സംശയം. മലയാളം ഒന്നും എഴുതി വെക്കുന്നത് കാണുന്നില്ല. എന്തോ ഒരു സ്ഥലം, ബോർഡ് നോക്കുമ്പോൾ തിരുവാണിയൂർ. ഇത് എവിടെയാണാവോ സ്ഥലം? ഒരു പിടിയും കിട്ടുന്നില്ല. തിരുവാണിയൂർ എവിടെയായിരുന്നു? പക്ഷേ ഞാനെന്താ ഈ തിരുവാണിയൂർ വരെ വന്നതെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ്, തിരുവാണിയൂർ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ്. അപ്പോൾ വീട് ബാക്കിലേക്കാണ്. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചിട്ട് എൻ്റെ വീട് പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീട് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരിടത്ത് നിർത്തി വെക്കുമ്പോൾ അത് വീണ്ടും വണ്ടിപ്പെട്ട എനിക്ക് അന്നപ്പോൾ വീട് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഏതൊരു പടത്തിൽ ഇങ്ങനെ നെടുമുടി വീണെന്നെ വീട് അന്വേഷിച്ച് പോകുന്ന കഥയും അപ്പുമാഷിൻ്റെ വീടാണ് ഞാനും അന്വേഷിക്കുന്നത്. അപ്പുമാഷ് ഞാനാണ് വീട് അന്വേഷിക്കുന്നത് എന്നൊരു സ്ഥിതി. പിന്നെ ഞാൻ വണ്ടി വീണ്ടും തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ തിരുവാണിയിലെത്തി. ഇതിൻ്റെ ഇടയ്ക്കുള്ള എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കയറുന്ന ആ വഴി എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും തിരുവാണിയിലെത്തി. ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പിടിയും കിട്ടില്ല. എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, എന്തിനാ വന്നതെന്ന് ഒരു പിടി. പക്ഷേ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനായിട്ട് ഉറങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു 15 മിനിറ്റ് ഇവിടെ കിടന്നു വണ്ടി കിടന്നു ഉറങ്ങാം. അതായത് വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 500 മീറ്ററോ 750 മീറ്ററോ 1 കിലോമീറ്റർ ഇല്ല. അവിടെ ഇരുന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങി. ഒരു അലാറം വെച്ചു, ഒരു അരമണിക്കൂറായിട്ട് ഒരു അലാറം വെച്ചിട്ട് ഞാനവിടെ ഇരുന്ന് ഉറങ്ങി. വണ്ടിക്കകത്ത് ഉറങ്ങിക്കഴിഞ്ഞ് കറക്റ്റ് അലാറം അടിച്ചപ്പോൾ ഞാൻ മെല്ലെ എണീച്ച് നോക്കുമ്പോൾ തിരുവാണിയൂർ കൊള്ളാലോ, വീടിൻ്റെ അടുത്തെത്തുക. ഉടൻ തന്നെ ഞാൻ ഇത് വണ്ടി വളച്ച് നേരെ വന്ന് എൻ്റെ വീട്ടിലെ വഴിയിലൂടെ കയറി നേരെ വീട്ടിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യയൊക്കെ പുറത്ത് വന്നു, തുറന്നു, കിടന്നു. എനിക്കിത് പറയാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറക്കമാണോ അല്ലെങ്കിൽ വേറെന്തോ ആണോ എന്ന് പറയുന്ന അറിഞ്ഞുകൂടാ. എനിക്ക് വീട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചോദിച്ചു വീട്ടിൽ. തമാശകൾക്ക് ഒരു പക്ഷേ ഇതിനകത്തൊക്കെ ആളുകൾ കമന്റ് ഇടാൻ മതി മദ്യപിക്കുന്ന ഒരാളൊന്നും. പക്ഷേ അങ്ങനത്തെ അവസ്ഥകൾ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും സൈഡുകളിൽ വണ്ടി ഒതുക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് അപകടങ്ങൾ പിന്നെ നമുക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കാം. അതായത് ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ്. സ്വന്തം എന്താ പറയുക വീട്ടിലേക്കുള്ള വഴി പോലും അത് ഏതോ ഒരു വല്ലാത്തൊരവസ്ഥ, എന്താ പറയാൻ പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം പിടിച്ചിട്ടും വണ്ടി ഓടിക്കുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തന്നു. പിന്നെ എന്താ പറയുക, ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക.